നാട്ടുകാരെ വേഗം ഗേറ്റടച്ചു. നമ്മുടെ കുറുമ്പൻ കുട്ടൻ ഇറങ്ങിയിട്ടുണ്ട്. നിന്നെല്ലാവർക്കും പണി കിട്ടും. ഗേറ്റടച്ചോ, വാതിലടച്ചോ, വരുന്നു കുറുമ്പനാട്. വീടുകൾ തോറും കയറിറങ്ങും എന്തൊരു ശല്യം. അയ്യോ, തടിയും കുലുക്കി കൊമ്പും കുലുക്കി അവൻ വരുന്നുണ്ട്. ആദ്യം കയറിയത് രാമൻ ചേട്ടന്റെ വീട്ടിൽ. മുറ്റത്തു നിന്ന് റോസാപ്പൂ തിന്നു. തുളസിച്ചെടിയും വഴയിലയും ഒന്നും അവൻ ബാക്കി വെച്ചില്ല. രാമൻ ചേട്ടൻ വടിയുമായി വന്നു. ആട് ഒറ്റച്ചാട്ടം അതിൽ കടന്നു. അടുത്തത് കയറിയ ഇലമ്മയുടെ വീട്ടിൽ. മുറ്റത്തയ്യയിൽ ഉണക്കാനിട്ട നല്ല നാം തരപ്പെട്ട സാരി കൊമ്പിൽ കുടുക്കി വലിച്ചു തഴയിട്ടു. ചെളിയിൽ ഇട്ടു ചവിട്ടി മെതിച്ചു. ലീലമ്മ ചൂലുമായി ഓടി വന്നു. ആട് ഗേറ്റ് കടന്നു പാഞ്ഞു പോയി. മൂന്നാമത് പോയത് നാണുവിന്റെ കടയിൽ. മുന്നിൽ തൂക്കിയ പാളയങ്കോടൻ പഴം. ഒറ്റക്കടിക്ക് പാതിയും തിന്നു. മിഠായി ഭരണി തല്ല കൊണ്ട് മുട്ടി. ചില്ല് മുഴുവൻ താഴെ വീണു. നാണു ചേട്ടൻ ചീത്ത വിളിച്ചു. ആട് വീണ്ടും ഓട്ടം തുടങ്ങി. ഗേറ്റടച്ചോ, വാതിലടച്ചോ, വരുന്നു കുറുമ്പനാട്. വീടുകൾ തോറും കയറിറങ്ങും എന്തൊരു ശല്യം. അയ്യോ, നാലാമത് പോയ പിള്ളേരുടെ ഗ്രൗണ്ടിൽ. കുട്ടികൾ അവിടേക്കിട്ട് കളിക്കുന്നു. ബാറ്റു ചെയ്യുന്ന പയ്യനെ മുട്ടി വീഴ്ത്തി. സ്റ്റമ്പും എടുത്തു വായിൽ കടിച്ചു. പന്തും കൊണ്ട് ഒട്ട ഓട്ടം. കുട്ടികൾ എല്ലാം കരച്ചിലായി. അഞ്ചാമത് കയറിയത് പ്രസിഡന്റ് വീട്ടിൽ. കസറയിൽ കിടന്നു മയങ്ങുന്നു പ്രസിഡന്റ്. അയ്യല്ലിരുന്ന വലിയൊരു ഫയൽ മെല്ലെ വലിച്ചു കറുമുറ തിന്നു. പ്രസിഡന്റ് ഞെട്ടി കണ്ണു തുറന്നു. അയ്യോ, എന്റെ പേപ്പർ പോയേ. ഇനി എന്താവും? നാട്ടുകാരെല്ലാം ഒത്തുചേർന്നു. രാമൻ ചേട്ടൻ വടിയുമായി. ലീലമ്മ ചൂലുമായി. നാണു ചേട്ടൻ ചെരുപ്പുമായി. പിള്ളേരെല്ലാം വാറ്റുമായി. കുറുമ്പ് പൊടിന്തോ പുറകെയോടി. ഒടുടോ പൊടിച്ചോ വെടിച്ചോ വെടിച്ചോ. ആറാമത്തെ കയറിയതിൽ നഞ്ഞൂടെ വീട്ടിൽ. വാർക്കപ്പുറം വട്ടി വന്നോ. അപ്പൂപ്പൻ പത്രവും തിന്നു. അമ്മ വാദം വെച്ചു. എല്ലാടും കൂടി പറഞ്ഞൂടി.